Good afternoon, everyone. Welcome to another live session from Tiju's Academy. This is Tiju. So let's wait for a couple of minutes so everybody could join the session. Okay, good afternoon. Welcome everyone. And today we will be going to discuss about IELTS Writing Task 2. സോ നമ്മൾ IELTS റൈറ്റിംഗ് ടാസ്ക് 2-ൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മളൊരു ബാൻഡ് സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2 കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ടാസ്ക് 2-നാണ്. സോ അതിൽ തന്നെ ഒരു പർട്ടിക്കുലർ പോർഷനായിട്ടുള്ള ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഹൗ ഡു വി റൈറ്റ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ റെയ്സ ഗുഡ് ആഫ്റ്റർനൂൺ. സോ വെൻ വി ലുക്ക് ഇൻ ടു ദ ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ്, നമ്മൾ ആ ഒരു ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ് നോക്കുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പോർഷനാണ് ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി. അതായത് ഗ്രാമർ എത്രത്തോളം കറക്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നതനുസരിച്ചാണ് നമുക്കൊരു ബാൻഡ് സ്കോർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടൈപ്പ് സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്യണം, ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ അഖില, സോണിയ, ബിന്ദു, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമ്മൾ നോക്കുന്ന ടൈമിൽ ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് യൂസ് എ വൈഡ് റേഞ്ച് ഓഫ് സ്ട്രക്ചേഴ്സ്. അതായത് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന്. സോ നമ്മളൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് വലിയൊരു പ്രോബ്ലംസ് ഇല്ലാതെ, വലിയൊരു മിസ്റ്റേക്സ് ഇല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബാൻഡാണ് 9 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നമുക്ക് നമ്മളിപ്പം ആ ഒരു ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ അവർ എല്ലാ ഒരു പാരാമീറ്റേഴ്സിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് സെൻറ്റൻസ് യൂസ് ചെയ്യണം എന്നുള്ളത്. ബട്ട് നമുക്ക് അതിൽ എത്രത്തോളം മിസ്റ്റേക്ക് വരുന്നു എന്നുള്ളതിന് അവർ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ നമ്മൾ യൂസസ് എ മിക്സ് ഓഫ് സിമ്പിൾ ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസ് ഫോംസ്, അതായത് സിമ്പിളും കോംപ്ലെക്സും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്കോറാണ് 6 എന്ന് പറയുന്നത്. നമ്മളിനി ഒരു 7 ബാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് വെറൈറ്റി ഓഫ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യണം, ബട്ട് ഫ്യൂ എറേഴ്സ് ഓക്കെ ആണ് എന്നുള്ളത്. സോ അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്തിയാലും പ്രശ്നമില്ല, ബട്ട് വി ഹാവ് ടു യൂസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. അതിന് പകരമായിട്ട് നമ്മൾ മിസ്റ്റേക്സ് വരും എന്നുള്ള ഒരു സെൻസിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്യാതെ നമ്മളെല്ലാം സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ മാത്രം യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു 6 എന്നുള്ള ഒരു ബാൻഡിലേക്ക് മാത്രമേ എത്താൻ കഴിയുള്ളൂ. ബട്ട് ഇഫ് യു നീഡ് ടു ഗെറ്റ് 7 or 8 ബാൻഡ്, ഒരു 7 അല്ലെങ്കിൽ ഒരു 8 ബാൻഡ് റൈറ്റിങ്ങിൽ സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് യൂസ് ചെയ്യണം. അപ്പോൾ 7 or 8 നമ്മൾ യൂസ് ചെയ്യുന്ന എത്രത്തോളം യൂസ് ചെയ്യുന്നു എന്നതിനാണ് നമുക്ക് ആ ഒരു സ്കോർ തരുന്നത്. ഫ്യൂ എറേഴ്സ് ഓക്കെ ആണെന്ന് അവർ തന്നെ ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സിൽ തന്നിട്ടുള്ളത് കൊണ്ട് വി നീഡ് ടു യൂസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. സോ ഏതൊക്കെ ടൈപ്പ് സെൻറ്റൻസ് സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ബെഞ്ചമിൻ, ഗുഡ് ആഫ്റ്റർനൂൺ. സോ സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വൈൽ വി ആർ റൈറ്റിംഗ് ടാസ്ക് 2, നമ്മളൊരു ടാസ്ക് 2 എഴുതുന്ന സമയത്ത് വി നീഡ് ടു യൂസ് അറ്റ്ലീസ്റ്റ് 5 or 6 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചർ. നമ്മളൊരു 5 or 6 ടൈപ്പ് സെൻറ്റൻസുകളെങ്കിലും നമ്മുടെ ആ ഒരു എസ്സേയിൽ ഉണ്ടാവണം. നമ്മൾ എല്ലാം ഒരേ ടൈപ്പ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഐഡിയാസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ വാട്ട് ഈസ് സെൻറ്റൻസ് സ്ട്രക്ചർ, ഈ സെൻറ്റൻസ് സ്ട്രക്ചർ വെച്ച് നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത് അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ എത്ര ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ദീസ് ആർ ദ 6 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഈ ഒരു 6 ടൈപ്സ് എങ്കിലും മിനിമം നമ്മുടെ ഒരു റൈറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം. സോ ഹൗ മെനി ഓഫ് യു ഗൈസ് നോ വാട്ട് ഈസ് ദിസ്? ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇതിൽ എത്ര പേർക്കറിയാം? ഓക്കെ, ബീന, രഞ്ജിനി, ബെറ്റ്സി, സൂര്യ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അനൂപ്, ഗുഡ് ആഫ്റ്റർനൂൺ. അഖില, വൈ ഈസ് ഇറ്റ് മാൻഡേറ്ററി ടു ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്? യെസ്, ഇറ്റ്സ് മാൻഡേറ്ററി ബിക്കോസ് നമുക്കൊരു ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സിൽ അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് യൂസ് ചെയ്യണം എന്നുള്ളത്. അതിൽ തന്നെ ഫ്യൂ എറർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 8 ബാൻഡ് വരെ പോകാൻ കഴിയും. ബട്ട് നമുക്കൊരു ഫ്യൂ എറേഴ്സ് പോസിബിൾ ആയിട്ടുള്ള ഒരു ബാൻഡാണ് 7 എന്ന് പറയുന്നത്. സോ നമ്മളൊരു ബേസിക് ആയിട്ട് സെൻറ്റൻസ് സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 7 ബാൻഡ് അക്വയർ ചെയ്യാനായിട്ട് കഴിയും. ഒരു 6 എന്നൊക്കെ പറയുന്നത് സിമ്പിൾ സെൻറ്റൻസുകൾ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാൻഡാണ്. വൈൽ വി ആർ റൈറ്റിംഗ് IELTS എക്സാം നമ്മളൊരു ഹയസ്റ്റ് ബാൻഡ് വേണം എപ്പോഴും നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ എക്സാം എഴുതാനായിട്ട്. സോ നമുക്ക് ഒരു 7 ബാൻഡ് അല്ലെങ്കിൽ ഒരു 8 ബാൻഡിലേക്ക് പോകണമെങ്കിൽ
നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് മാൻഡേറ്ററി ആണ് നമ്മൾ എഴുതുന്ന സമയത്ത്. ഓക്കെ ഷാലു, ജോഷന്ന, അമല, ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമുക്കുള്ള സെൻറ്റൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് 6 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബേസിക് ലെവലിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മിനിമം ഒരു 6 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എങ്കിലും നമുക്കുണ്ടാവണം. ദ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ സെൻറ്റൻസ്. സോ ഡു യു ഗസ് നോ വാട്ട് ഈസ് സിമ്പിൾ സെൻറ്റൻസ്? എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്നുള്ളത്? ക്യാൻ യു എക്സ്പ്ലെയിൻ മീ? ഇഫ് യു നോ ഇറ്റ് യു ക്യാൻ പ്രൊവൈഡ് ഇറ്റ് ത്രൂ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ആര്യ. Okay, Robin, you can contact directly through the academy. The number is available in the website. ഓക്കെ, അപ്പോൾ നമുക്കൊരു 6 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ് ഉള്ളത്. ഇതിൽ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇഫ് യു നോ ദ ആൻസർ യു ക്യാൻ പ്രൊവൈഡ് ഇറ്റ് ത്രൂ ദ ചാറ്റ് ബോക്സ്. ഓക്കെ റൈസ, താങ്ക് യു. അപ്പോൾ നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് ഒരു ഐഡിയ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓൺലി ജസ്റ്റ് വൺ ഐഡിയ ഈസ് പ്രൊവൈഡ് ത്രൂ ദാറ്റ് സെൻറ്റൻസ്. സിമ്പിളായിട്ട് എന്ത് ഐഡിയ വേണമെങ്കിലും നമുക്ക് ഒറ്റ ഐഡിയ മാത്രം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് സിമ്പിൾ സെൻറ്റൻസ്. വൈൽ വി ആർ ലുക്കിംഗ് ഇൻ ടു കോമ്പൗണ്ട് സെൻറ്റൻസ്, നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഐഡിയ ആയിരിക്കത്തില്ല. ദർ ആർ 2 ഐഡിയാസ്, മോർ ദാൻ 1 ഐഡിയ. അതായത് ഒന്നിൽ കൂടുതൽ ഐഡിയാസ് നമ്മൾ ഒരു സെൻറ്റൻസിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിലാണ് ദാറ്റ്സ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 2 ഐഡിയാസും പരസ്പരം തമ്മിൽ റിലേഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, when we are going to the complex sentence എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഐഡിയാസ് ഉണ്ട്, ബട്ട് ദേ ആർ ഡിപ്പെൻഡൻറ്റ്. നമുക്ക് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റൊരു ക്ലോസ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ കോംപ്ലെക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അഖില, ദാറ്റ്സ് റൈറ്റ്. ദെൻ നമ്മൾ കോമ്പൗണ്ട് ഓർ കോംപ്ലെക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോമ്പൗണ്ട് ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസ് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസ്. അതായത് രണ്ടിൻ്റെയും കൂടെ ഒരു മെർജ്ഡ് ഫോമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് പാസീവ് സെൻറ്റൻസ്. പാസീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന ആ ഒരു ചെയ്യുന്ന വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയ ആൾ എന്താണ്, അല്ലെങ്കിൽ ആ റിസൾട്ട് കിട്ടിയ ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ള ആ റിസൾട്ട് കിട്ടുന്നതിനെ ഫോക്കസ് ചെയ്തിട്ട് പറയുന്ന സെൻറ്റൻസ് ആണ് പാസീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കണ്ടീഷണൽ സെൻറ്റൻസ്. ലൈക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് വാട്ട്സ് ദ റിസൾട്ട്, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് യൂസ് സിമ്പിൾ സെൻറ്റൻസ് ഇൻ ദ റൈറ്റിംഗ്. അപ്പോൾ നമ്മുടെ ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്റൻസുകൾ പൊതുവേ സിമ്പിൾ സെൻറ്റൻസുകളായിരിക്കും. ബട്ട് ഇഫ് വി യൂസ് ഓൺലി സിമ്പിൾ സെൻറ്റൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ ഓൺലി സ്കോർ അപ് ടു 6 ബാൻഡ്. ഒരു 6 ബാൻഡ് വരെ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇഫ് യു നീഡ് എ ബാൻഡ് ഹയർ ദാൻ ദാറ്റ്, ഇഫ് യു നീഡ് 7, 8 or 9 ബാൻഡ്, യു ഹാവ് ടു യൂസ് കോമ്പൗണ്ട് കോംപ്ലെക്സ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസസ്. ആ ഒരു രീതിയിലുള്ള സെൻറ്റൻസുകളാണ് നിങ്ങൾ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സിമ്പിൾ സെൻറ്റൻസിൽ ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഐഡിയ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ബട്ട് ഇൻ കോമ്പൗണ്ട് ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസസ് വി ക്യാൻ പ്രൊവൈഡ് 2 ഐഡിയാസ്. അതിൽ തന്നെ കോമ്പൗണ്ട് സെൻറ്റൻസ് ആണെങ്കിൽ 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പരസ്പരം ബന്ധമില്ലാത്ത 2 ഐഡിയാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇൻ കോംപ്ലെക്സ് സെൻറ്റൻസ് മേ ബി ഇറ്റ് ക്യാൻ ബി ഡിപ്പെൻഡൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. ദെൻ ഈ ഒരു 2 ടൈപ്പിനെയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പറയുന്നതിനെയാണ് കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് പാസീവ്. പാസീവിൽ നമ്മൾ ആ ഒരു എഫക്റ്റ് കിട്ടിയത് ആർക്കാണോ അല്ലെങ്കിൽ എന്തിനാണോ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് പറയുന്ന സെൻറ്റൻസുകളാണ് പാസീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കണ്ടീഷണൽ സെൻറ്റൻസ്. അതിൽ നമുക്ക് എന്താണ് ഒരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്, ആ ഒരു രീതിയിൽ പറയുന്ന സെൻറ്റൻസുകളാണ് കണ്ടീഷണൽ സെൻറ്റൻസ്. സോ യു ഹാവ് ടു യൂസ് ദീസ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഈ ഒരു ടൈപ്പിൽ സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. അമല, താങ്ക് യു. ഓക്കെ, സോ നമ്മൾ അതിലൊരു ചെറിയ പോർഷനായിട്ടുള്ള അപ്പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹൗ യു ക്യാൻ റൈറ്റ് ആൻ അപ്പോസിറ്റീവ് സെൻറ്റൻസ്, എങ്ങനെയാണ് ഒരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് നിങ്ങൾ റൈറ്റ് ചെയ്യേണ്ടത്. സോ അപ്പോൾ അപ്പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ബേസിക് സെൻറ്റൻസ് ബട്ട് സം ചേഞ്ചസ് ആർ ദെയർ. നമ്മളൊരു ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, ബട്ട് അതിൽ ചെറിയ കുറച്ച് അഡീഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ യു ക്യാൻ സ്കോർ എ ബാൻഡ് ഫോർ ദാറ്റ് ബിക്കോസ് വി ക്യാൻ യൂസ് 2 കോമാസ് ഇൻ ദാറ്റ് സെൻറ്റൻസ്. ആ ഒരു സെൻറ്റൻസ് നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കോമ അതിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ യു ക്യാൻ സ്കോർ എ മാർക്ക് ഫോർ പഞ്ച്വേഷൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് കഴിയും.
സോ ദിസ് ഈസ് അപ്പോസിറ്റീവ് സെൻറ്റൻസ്. നമുക്കൊരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു യൂസ് എ ഡിസ്ക്രിപ്ഷൻ. ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എ നൗൺ ദാറ്റ് സിറ്റ്സ് നെക്സ്റ്റ് ടു അനദർ നൗൺ ടു റീനെയിം ഓർ ഡിസ്ക്രൈബ് ഇറ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് എന്താണോ നമ്മുടെ വേർഡ് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സോ ഐ ഹാവ് ഗിവൺ വൺ എക്സാമ്പിൾ. ഫസ്റ്റ് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ എഡിസൺ എന്ന് പറയുന്ന തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ഗ്രേറ്റസ്റ്റ് ഇൻവെൻറ്റർ ആയിരുന്നു. ദിസ് ഈസ് അവർ ബേസിക് സെൻറ്റൻസ്. എഡിസൺ ഈസ് അമേരിക്കാസ് ഗ്രേറ്റസ്റ്റ് ഇൻവെൻറ്റർ. സോ ദിസ് ഈസ് എ സിമ്പിൾ സെൻറ്റൻസ്. ഇഫ് യു റൈറ്റ് ലൈക്ക് ദിസ്, ഇതുപോലെ ഒരു സെൻറ്റൻസ് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ യു ക്യാനോട്ട് സ്കോർ എ ഹയർ ബാൻഡ്. സോ വി ആർ ജസ്റ്റ് കൺവേർട്ടിങ് ദാറ്റ് സെൻറ്റൻസ്. നമ്മൾ ഫസ്റ്റ് ആ ഒരു നൗൺ എന്താണ് ആ പേഴ്സൻ്റെ പേര് അല്ലെങ്കിൽ പ്ലേസിൻ്റെ പേര് എന്താണ് എന്നുള്ളത് മെൻഷൻ ചെയ്തതിന് ശേഷം യു ഹാവ് ടു പുട്ട് എ കോമ, ഒരു കോമ പ്രൊവൈഡ് ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾ ആ എഴുതിയിട്ടുള്ള നൗണിന് എന്തൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ആ നൗണിന് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പറയാൻ കഴിയുന്ന എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാം. എന്താണ് ആ നൗൺ, അല്ലെങ്കിൽ ആരാണ്, എവിടെയാണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. സോ ഐ ഹാവ് പ്രൊവൈഡ് വൺ എക്സാമ്പിൾ. ദ ഇൻവെൻറ്റർ ഓഫ് ലൈറ്റ് ബൾബ്. ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ച ആളാണ് എഡിസൺ എന്ന് പറയുന്നത്. സോ ആ കോമയ്ക്ക് ശേഷം അതിനുള്ള എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മൾ ഫസ്റ്റ് എഴുതിയേക്കുന്ന വേർഡിന് ഉള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ കോമയ്ക്ക് ശേഷം പ്രൊവൈഡ് ചെയ്യുന്നത്. ആഫ്റ്റർ that you have to put another comma, ഒരു കോമയും കൂടി ഇടുക. അതായത് ബേസിക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ 2 കോമയുടെ മിഡിലായിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നോർമലി ആ സെൻറ്റൻസിൻ്റെ കണ്ടിന്യൂഷൻ എന്തായിരുന്നോ യു ക്യാൻ റൈറ്റ് ദാറ്റ്. ആ ഒരു കണ്ടിന്യൂഷൻ അവിടെ റൈറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ബേസിക് സെൻറ്റൻസ് ഇതായിരുന്നു, എഡിസൺ ഈസ് അമേരിക്കാസ് ഗ്രേറ്റസ്റ്റ് ഇൻവെൻറ്റർ. നമ്മുടെ ബേസിക് സെൻറ്റൻസ് ഇത്രയേ ഉള്ളായിരുന്നു. ദാറ്റ്സ് എ സിമ്പിൾ സെൻറ്റൻസ്. സോ നമ്മൾ എക്സ്ട്രാ അതിൻ്റെ മിഡിൽ ആഡ് ചെയ്തേക്കുന്ന ഒരു പോർഷനാണ് ദ ഇൻവെൻറ്റർ ഓഫ് ലൈറ്റ് ബൾബ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ നമ്മൾ ആ ഒരു മിഡിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ അപ്പോസിറ്റീവ് എന്ന് പറയുന്നത്. ആ ഒരു ക്ലോസിനെയാണ് നമ്മൾ അപ്പോസിറ്റീവായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് യു റൈറ്റ് ലൈക്ക് ദിസ്, നമുക്കിതിൽ 2 കോമ യൂസ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അതിനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ബാൻഡ് സ്കോർ നിങ്ങൾക്ക് അക്വയർ ചെയ്യാനായിട്ട് കഴിയും. സോ വൈൽ യു ആർ റൈറ്റിംഗ്, ഫസ്റ്റ് യു റൈറ്റ് ദ സിമ്പിൾ വേർഡ്. നിങ്ങൾ എന്താണോ എഴുതാൻ പോകുന്നത് ആ ഒരു നൗൺ വേർഡ് ഫസ്റ്റ് തന്നെ കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് എ കോമ. ഒരു കോമ ഇട്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു വേർഡിന് എന്ത് എക്സ്പ്ലനേഷൻ, എന്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നോ അത് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് അനദർ കോമ. ഒരു കോമയും കൂടി ഇട്ടതിന് ശേഷം നിങ്ങളുടെ സെൻറ്റൻസിൻ്റെ കണ്ടിന്യൂഷൻ എന്താണോ അത് ഫോളോ ചെയ്തിട്ട് പോവുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്പോസിറ്റീവ് സെൻറ്റൻസ് എഴുതുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഡസ് എനിവൺ ഹാവ് എനി ഡൗട്ട്? ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അപ്പോസിറ്റീവ് സെൻറ്റൻസ് എഴുതേണ്ടതായിട്ടുള്ളത്. ദെൻ നമ്മൾ ഈ ഒരു ടൈപ്പ് സെൻറ്റൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് എസ്സേയിലെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ വൈൽ യു ആർ റൈറ്റിംഗ് ആൻ എസ്സേ ഇൻ ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ഫസ്റ്റ് യു നീഡ് ടു റൈറ്റ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ആൻസറിലേക്ക് ഡയറക്റ്റായിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. മാൻഡേറ്ററി ആണെന്നല്ല, ഇറ്റ്സ് ബെറ്റർ, അത് ബെറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് ഇഫ് യു റൈറ്റ് എ സിമ്പിൾ സെൻറ്റൻസ് ഫോർ ദാറ്റ് യു ക്യാനോട്ട് സ്കോർ എ മച്ച് ഹയർ ബാൻഡ്. ഒരു വലിയൊരു ബാൻഡ് സ്കോറിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയില്ല. സോ അതിന് പകരമായിട്ട് അവിടെ ഏറ്റവും ആപ്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഈ അപ്പോസിറ്റീവ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യാനായിട്ട് കഴിയും. സോ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങളൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സ്കോർ എ ഹയർ ബാൻഡ്. ബിക്കോസ് ലൈക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വരുമ്പോൾ തന്നെ എന്താണ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് നിങ്ങളുടെ പേപ്പറിൽ വാല്യൂ ചെയ്യുന്നത് നല്ലതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ളത്, ഇഫ് യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിലുള്ള കീവേഡ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത്. സോ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ കീവേഡ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓർ ദ റെലവൻസ് ഓഫ് ദാറ്റ് കീവേഡ്. ആ കീവേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്, അതായത് ആ സൊസൈറ്റിയിൽ അതിന് എന്ത് വാല്യൂ ആണുള്ളത്, ഇന്നത്തെ കാലത്ത് നൗഡേയ്സ് അതിന് എന്ത് വാല്യൂ ആണുള്ളത് എന്നതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. ആ ഒരു സെൻറ്റൻസാണ് നമ്മൾ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റൈറ്റ് ചെയ്യുക. സോ ഐ ഹാവ് വൺ എക്സാമ്പിൾ ഫോർ യു ഗൈസ്. ന്യൂസ്പേപ്പർ ഹാവ് ആൻ എനോർമസ് ഇൻഫ്ലുവൻസ് ഓൺ പീപ്പിൾസ് ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്. ഇന്നത്തെ കാലത്ത് ആളുകളുടെ അഭിപ്രായത്തിലും ചിന്താഗതിയിലും ന്യൂസ് പേപ്പറിന് നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്.
വൈ ഈസ് ഇറ്റ്, എന്തുകൊണ്ടാണത് അങ്ങനെയുള്ളത്, ഡു യു തിങ്ക് ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ നെഗറ്റീവായിട്ടുള്ള കാര്യമാണോ. സോ യു ഹാവ് ടു ഫൈൻഡ് ദ കീവേഡ് ഫ്രം ദീസ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള കീവേഡ് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒരു ക്വസ്റ്റ്യൻ കയ്യിലേക്ക് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ കീവേഡ് ഫ്രം ദ ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യനിലെ കീവേഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫെർദറായിട്ട് എഴുതാൻ തുടങ്ങാൻ കഴിയുള്ളൂ. സോ നമ്മളൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യനിലെ കീവേഡ് ഫൈൻഡ് ചെയ്യണം. യു ക്യാൻ റീഡ് ദ ക്വസ്റ്റ്യൻ എ കപ്പിൾ ഓഫ് ടൈംസ്. ഒരു കപ്പിൾ ഓഫ് ടൈം റീഡ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കുക എന്തിനെ പറ്റിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി എന്താണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതാണ് കീവേഡ് എന്ന് പറയുന്നത്. Okay, Agila, is it newspaper? Yeah, that's correct. So if anyone have any different answer, you can give it through the chat box. Okay, Shalu, newspaper. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ന്യൂസ് പേപ്പറിനെ പറ്റിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ന്യൂസ് പേപ്പറിന് ആളുകളുടെ ചിന്താഗതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിതിലൊരു കീ വേർഡ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ആണെന്ന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓർ അതർവൈസ് വി ക്യാൻ സേ റീഡിങ് ന്യൂസ് പേപ്പർ. കാരണം ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൽ ആളുകളുടെ ഐഡിയാസ് ഓർ ഒപ്പീനിയൻസിൽ അതിനൊരു ഇൻഫ്ലുവൻസ് വരുന്നത്. സോ നമുക്ക് ഒന്നെങ്കിൽ ന്യൂസ് പേപ്പർ എന്നുള്ള കീവേഡ് പിക്ക് ചെയ്യാം, അതർവൈസ് റീഡിങ് ന്യൂസ് പേപ്പർ ഏതാണെങ്കിലും ഓക്കെയാണ്. സോ യുവർ നെക്സ്റ്റ് ടാസ്ക് ഈസ് ടു റൈറ്റ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു ന്യൂസ് പേപ്പറിന് സൊസൈറ്റിയിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ റെലവൻസ് എന്താണ്, ആ ഒരു പർട്ടിക്കുലർ കാര്യം കാണിക്കുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിനെ പറ്റിയിട്ടാണ് നമ്മളൊരു സെൻറ്റൻസ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂസ് പേപ്പർ? യു ക്യാൻ ഗീവ് യുവർ റിപ്ലൈ ത്രൂ ദ ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കൂടെ പ്രൊവൈഡ് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പറിന് ഇന്നത്തെ സൊസൈറ്റിയിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്, അതാണ് നമ്മൾ ബേസിക്കായിട്ട് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു എസ്സേ ന്യൂസ് പേപ്പറിനെ പറ്റിയിട്ടാണ് എഴുതാൻ പോകുന്നത്, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ന്യൂസ് പേപ്പറിൻ്റെ കാര്യമാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ന്യൂസ് പേപ്പറിനെ പറ്റിയിട്ട് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനായിട്ട് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പാരഗ്രാഫ് അറേഞ്ച്മെൻറ്റ് ക്ലിയർ അല്ല എന്നൊരു ഇത് വരും. നമ്മൾ കറക്റ്റായിട്ട് പാരഗ്രാഫ് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, ഷാലു സർക്കുലേറ്റ് ഇൻഫർമേഷൻ, ദാറ്റ്സ് കറക്റ്റ്. ക്യാൻ യു ടേൺ ഇറ്റ് ഇൻ ടു എ സെൻറ്റൻസ്? അതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ? ന്യൂസ് പേപ്പർ ക്യാരി ദ ന്യൂസ് ഓഫ് ദ വേൾഡ്. ന്യൂസ് പേപ്പേഴ്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ജനറൽ നോളജ്. ഓക്കെ ആഷ്ബി, ദാറ്റ്സ് കറക്റ്റ്. ക്യാൻ യു കൊളാബറേറ്റ് ഇൻ ടു വൺ സെൻറ്റൻസ്? അത് ഈ രണ്ട് ഐഡിയയും കൂടെ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി പ്രൊവൈഡ് ചെയ്യാവോ? ഓക്കെ, നമുക്ക് എപ്പോഴും ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വൺ സെൻറ്റൻസേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം നമുക്ക് എസ് എന്ന് പറയുന്നത് ഓൺലി 250 to 275 വേർഡ്സ് ആണ്. ആ ഒരു വേർഡ് കൗണ്ടിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ, ദർ ആർ 2 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് ടാലി ആക്കണം എന്നുള്ളെങ്കിൽ നമുക്ക് ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് വൺ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ റൈറ്റ് ചെയ്യണം. നമ്മൾ ഒന്നിൽ കൂടുതൽ സെൻറ്റൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേർഡ് കൗണ്ട് ടാലി ആക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ ആഷ്പി, ക്യാൻ യു ടേൺ ഇറ്റ് ഇൻ ടു വൺ സെൻറ്റൻസ്? ക്യാൻ യു കൊളാബറേറ്റ് ദ ഐഡിയ? ആ 2 ഐഡിയയും കൂടെ പ്രൊവൈഡ് ചെയ്ത് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റിയാൽ മതി. ആൻഡ് ഷാലു, ക്യാൻ യു ടേൺ ഇറ്റ് ഇൻ ടു എ സെൻറ്റൻസ്? ഈ ഒരു ഐഡിയ ഒരു സെൻറ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ കീവേഡ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ആണ്, ഓർ അതർവൈസ് റീഡിങ് ന്യൂസ് പേപ്പർ. അപ്പോൾ ആ ഒരു കാര്യമാണ് എന്ത് നമ്മളൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾവേസ് ട്രൈ ടു യൂസ് ആൻ അപ്പോസിറ്റീവ് സെൻറ്റൻസ് ഫോർ ദാറ്റ്. ഒരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആക്കി യൂസ് ചെയ്യാനും കൂടെ ട്രൈ ചെയ്യുക. ബിക്കോസ് നമ്മളൊരു ബേസിക് സെൻറ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ വി കാനോട്ട് ഗെറ്റ് എ ഹയർ സ്കോർ ഫോർ ദാറ്റ്. ഓക്കെ ഷാലു, ന്യൂസ് പേപ്പർ സർക്കുലേറ്റ്സ് ഇൻഫർമേഷൻ അറൗണ്ട് ദ വേൾഡ്. ദാറ്റ്സ് കറക്റ്റ്. ന്യൂസ് പേപ്പർ വേൾഡിൽ അറൗണ്ട് ആയിട്ട് എന്താണ് ഇൻഫർമേഷൻ സർക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഈ ഒരു സെൻറ്റൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പർ സർക്കുലേറ്റ് ഇൻഫർമേഷൻ അറൗണ്ട് ദ വേൾഡ്, ആ ഒരു സെൻറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ സിമ്പിൾ സെൻറ്റൻസ്, ഒരു ബേസിക് സെൻറ്റൻസ് ആണ്. നമ്മളൊരു ഫസ്റ്റ് ലൈൻ, ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് അവർ എസ്സേ. എസ്സേയുടെ ഒരു ഫസ്റ്റ് ലൈൻ എഴുതുന്ന സമയത്ത് നമ്മളൊരു ബേസിക് സെൻറ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സെൻറ്റൻസിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ സ്കോർ ഒന്നും എക്വയർ ചെയ്യാനായിട്ടില്ല. നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് സ്കോറിലേക്ക് പോകുന്നത്. സോ യു ഹാവ് ടു കൺവേർട്ട് ഇൻ ടു സം അതർ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്. ഒരു സിമ്പിൾ സെൻറ്റൻസ് എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. അത് അപ്പോൾ നമുക്കിതിലെ ബേസിക് വേർഡ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ യു ഹാവ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് ഫ്രം ന്യൂസ് പേപ്പേഴ്സ് ഓർ എയ്തർ റീഡിംഗ് ന്യൂസ് പേപ്പർ ആണെന്ന് എഴുതിയാലും റീഡിംഗ് ന്യൂസ് പേപ്പർ എന്ന് എഴുതിയാലും ബോത്ത് ആർ ഫൈൻ, ഏതാണെങ്കിലും കുഴപ്പമില്ല. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് എ കോമ. അതിനുശേഷം നിങ്ങൾക്കൊരു കോമ പ്രൊവൈഡ് ചെയ്യാം.
ദെൻ യു ഹാവ് ടു ഗീവ് ദ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പറിന് എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കുമോ ആ ഒരു വേർഡ് കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് എ കോമ ആൻഡ് കണ്ടിന്യൂ ദ സെൻറ്റൻസ്. അപ്പോൾ ആ ഇടയിൽ കൊടുക്കുന്ന ആ ഒരു ക്ലോസിനനുസരിച്ചാണ് നിങ്ങളുടെ ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത്. ബിക്കോസ് യു ക്യാൻ കൺവേർട്ട് ദാറ്റ് സിമ്പിൾ സെൻറ്റൻസ് ഇൻ ടു ആൻ അപ്പോസിറ്റീവ് സെൻറ്റൻസ്. ഒരു അപ്പോസിറ്റീവ് സെൻറ്റൻസിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹിയർ ഈസ് 2 എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ന്യൂസ് പേപ്പർ റീഡിങ്. നമ്മൾ ഫസ്റ്റ് ന്യൂസ് പേപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് പുട്ട് എ കോമ, ഒരു കോമ ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് ന്യൂസ് പേപ്പർ റീഡിങ്ങിന് ഒരു എക്സ്പ്ലനേഷൻ ആണ് വേണ്ടത്. എന്താണ് ഈ ന്യൂസ് പേപ്പർ റീഡിങ് എന്ന് പറയുന്നത്? സോ ഐ ഹാവ് റിട്ടൺ എ ടൈംലെസ് ഹാബിറ്റ്. അതായത് നമുക്ക് നല്ല കാഷ്വലായിട്ട് എന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹാബിറ്റാണ്. അതായത് ടൈമിന് വാല്യൂ കിട്ടുന്ന ഒരു ഹാബിറ്റാണ് ഇത്. കാരണം നമുക്ക് ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് പുട്ട് അനദർ കോമ, ഒരു കോമയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ ആ സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. പ്രൊവൈഡ്സ് എസെൻഷ്യൽ ഇൻസൈറ്റ്സ് ഇൻ ടു കറൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഫോസ്റ്റേഴ്സ് ഇൻഫോംഡ് സിറ്റിസൺസ്. അതായത് നമുക്ക് വേണ്ട ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് വഴിയാണ് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ബേസിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് പ്രൊവൈഡ്സ് എസെൻഷ്യൽ ഇൻസൈറ്റ്സ് ഇൻ ടു കറൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഫോസ്റ്റേഴ്സ് ഇൻഫോംഡ് സിറ്റിസൺഷിപ്പ്. ഇതാണ് നമ്മുടെ ബേസിക് സെൻറ്റൻസ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഒരു എക്സ്ട്രാ ഇൻഫർമേഷനാണ് എ ടൈംലെസ് ഹാബിറ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് സെൻറ്റൻസ് കൺവേർട്ടഡ് ഇൻ ടു എ അപ്പോസിറ്റീവ് സെൻറ്റൻസ്. ആ ഒരു സിമ്പിൾ സെൻറ്റൻസിനെ നമ്മൾ അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്തു. സെക്കൻഡ് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് ഐ ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നു. ആൻഡ് അവർ സെൻറ്റൻസ് ഈസ് ലൈക്ക് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ ഹെൽപ്സ് പീപ്പിൾ ടു സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്. ഇന്നത്തെ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആളുകളിലേക്ക് അറിയിക്കുന്നത് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്ന വഴിയാണ്. ദാറ്റ്സ് അവർ സെൻറ്റൻസ്. അതിലൊരു എക്സ്ട്രാ ഇൻഫർമേഷനായിട്ട് നമ്മുടെ സെൻറ്റൻസിനെ സിമ്പിളിൽ നിന്ന് അപ്പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു കോമ പ്രൊവൈഡ് ചെയ്തു. ദെൻ അതിനുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. എ കോമൺ ഡെയിലി റൊട്ടീൻ, ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു കോമയും കൂടി പ്രൊവൈഡ് ചെയ്തു. സോ നമ്മുടെ ബേസിക് സെൻറ്റൻസിൻ്റെ മിഡിലായിട്ട് 2 കാര്യം, എന്തെങ്കിലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എക്സ്ട്രാ കൊടുത്ത് നമ്മൾ ആ ഒരു സെൻറ്റൻസിൽ 2 കോമയുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ ആ ഒരു സെൻറ്റൻസിൽ വരുത്തുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. സോ യു ക്യാൻ ഡു ഇറ്റ് ഇൻ എനി സെൻറ്റൻസ്. ഏതൊരു സെൻറ്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. സോ ഹിയർ ഈസ് അനദർ എക്സാമ്പിൾ. മോർ ആൻഡ് മോർ പീപ്പിൾ ആർ യൂസിങ് മൊബൈൽ ഫോൺസ് ദീസ് ഡേയ്സ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് മൊബൈൽ ഫോൺസ്? എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും? സോ യു ഹാവ് ടു ഫൈൻഡ് ദ കീ വേർഡ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിലെ കീ വേർഡ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ്സ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ കീ വേർഡ്. ഓക്കെ അനീറ്റ, ക്യാൻ യു ഫൈൻഡ് ദ കീ വേർഡ് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ? ഈ ഒരു ക്വസ്റ്റ്യനിലെ കീ വേർഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിലും ഫസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ദ കീ വേർഡ്. ആ ഒരു ക്വസ്റ്റ്യനിലെ കീ വേർഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമേ യു ക്യാൻ റൈറ്റ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഒരു കീ വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കണം ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. മൊബൈൽ ഫോൺസ് അല്ലേ ശാലു? ദാറ്റ്സ് കറക്റ്റ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ മൊബൈൽ ഫോൺസിൻ്റെ കാര്യമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ബെഞ്ചമിൻ, റോബിൻ, ദാറ്റ്സ് കറക്റ്റ്. നിങ്ങളെല്ലാവരും കറക്റ്റ് ആൻസേഴ്സാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ മൊബൈൽ ഫോൺസ് എന്താണ് എന്നുള്ളത്, മൊബൈൽ ഫോൺസിൻ്റെ യൂസേജ് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മൊബൈൽ ഫോൺസ്. ആ ഒരു മൊബൈൽ ഫോൺസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒരു സെൻറ്റൻസ് എഴുതുന്നതിനെയാണ് നമ്മൾ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. യു ക്യാൻ ട്രൈ ടു റൈറ്റ് ഇറ്റ് ആസ് ആൻ അപ്പോസിറ്റീവ് സെൻറ്റൻസ്. നിങ്ങൾക്ക് അതൊരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാവുന്നതാണ്. യു ഹാവ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ദ ഫസ്റ്റ് നൗൺ ആൻഡ് അതിനുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക. ദെൻ ഒരു കോമ ഇട്ടതിന് ശേഷം നിങ്ങളുടെ സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് എഴുതാനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് യു ടു റൈറ്റ് എ സിമ്പിൾ സെൻറ്റൻസ്. ഒരു സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് റൈറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു നൗണിന് ശേഷം കോമ ഇട്ടിട്ട് ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുത്ത് ശീലിക്കുക. ദെൻ നമ്മൾ ഫർദറായിട്ട് മുന്നിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് എഴുതാൻ സാധിക്കും. ഫസ്റ്റ് നിങ്ങൾ എഴുതുന്ന സമയത്ത് സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് എഴുതിയതിന് ശേഷം അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Okay, Vienna newspapers give an enormous knowledge to people, especially day-to-day information. Okay, that's correct. There is a small mistake, especially about the day-to-day information. ഒരു ചെറിയ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. അതർവൈസ് ദാറ്റ് സെൻറ്റൻസ് ഈസ് ഫൈൻ. ആ ഒരു സെൻറ്റൻസ് കറക്റ്റാണ്. ക്യാൻ യു റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് മൊബൈൽ ഫോൺസ്? മൊബൈൽ ഫോൺസിനെ പറ്റിയിട്ട് ഒരു സെൻറ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ? സോ മൊബൈൽ ഫോൺസിൻ്റെ ഇന്നത്തെ സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻസ് എന്താണോ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റിയിട്ട് ഒരു സെൻറ്റൻസ് എഴുതുക. ഇൻ ബിറ്റ്വീൻ ആ ഒരു നൗൺ ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ അപ്പോസിറ്റീവ് സെൻറ്റൻസ്.
ഓക്കെ വീണ ട്രൈ ഇറ്റ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എഴുതാൻ സാധിക്കുമോ എന്നുള്ള കാര്യം. ഓക്കെ, സോ ഐ ക്യാൻ ഷോ യു 2 എക്സാമ്പിൾസ്. നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് യൂസിങ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസിൻ്റെ യൂസേജ് വരുന്ന സമയത്ത് ദാറ്റ്സ് അവർ മെയിൻ നൗൺ. അവർ ബേസിക് സെൻറ്റൻസ് ഇതാണ്: യൂസിങ് മൊബൈൽ ഫോൺസ് ഹാസ് ചേഞ്ച് ദ വേ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ആക്സസ് ഇൻഫർമേഷൻ. ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഉള്ള കാര്യത്തിൽ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്താണ്, മൊബൈൽ ഫോൺസിൻ്റെ യൂസേജിന് മുന്നേ ഉള്ള ഒരു കാര്യമല്ല, ഇപ്പം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് അവർ ബേസിക് സെൻറ്റൻസ്. സോ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് ഇതിനൊരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റേണ്ടത്. സോ മൊബൈൽ ഫോൺസിന് ശേഷം ഒരു കോമ പ്രൊവൈഡ് ചെയ്യുക. ദെൻ മൊബൈൽ ഫോൺസിന് എന്ത് എക്സ്പ്ലനേഷൻ, അതായത് അതിൻ്റെ ആ ഒരു യൂസിനിങ്ങിന് എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും, അതാണ് എ കോമൺ ഡെയിലി ആക്ടിവിറ്റി. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞേക്കുവാണ്, ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ദിവസവും ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് അനദർ കോമ, ഒരു കോമയും കൂടെ പ്രൊവൈഡ് ചെയ്യുക. 2 കോമയുടെ മിഡിലായിട്ട് വേണം നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ സിമ്പിൾ സെൻറ്റൻസ് ഇതായിരുന്നു: യൂസിങ് മൊബൈൽ ഫോൺസ് ഹാസ് ചേഞ്ച് ദ വേ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ആക്സസ് ഇൻഫർമേഷൻ. അതിനെ ഒരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിഡിൽ എ കോമൺ ഡെയിലി ആക്ടിവിറ്റി എന്നുള്ളൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തു. നിങ്ങൾ ആ ഫസ്റ്റ് എഴുതിയേക്കുന്ന വേർഡ് എന്താണോ അതിനൊരു എക്സ്പ്ലനേഷൻ കോമ ഇട്ടിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസ് അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് എക്സാമ്പിൾ ഈസ് ദ എവരിഡേ യൂസ് ഓഫ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസിൻ്റെ ഡെയിലി ഉള്ള യൂസേജ്. അപ്പോൾ മൊബൈൽ ഫോൺസിൻ്റെ യൂസേജ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടിന്യൂഷനായിട്ട് പറയേണ്ടത്. ഹാസ് സിംപ്ലിഫൈഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രോഡ് ദ വേൾഡ് അറ്റ് ഇറ്റ്സ് ഫിംഗർ ടിപ്പ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിമ്പിളാക്കാനും ലോകത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ഫിംഗർ ടിപ്പിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ഡെയിലി ഉള്ള മൊബൈൽ ഫോൺസിൻ്റെ യൂസേജ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് സെൻറ്റൻസ്. സോ നമുക്ക് ഇതിനൊരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ഐഡിയ ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ ആഡ് ചെയ്തു എ വൈഡ് സ്പ്രെഡ് പ്രാക്ടീസ്. വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. സോ ഈ ഒരു ഐഡിയ നമ്മൾ 2 കോമയുടെ മിഡിലായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ആ ഒരു കീ വേർഡ് എന്താണോ ആ കീ വേർഡിൽ നിന്ന് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം കീ വേർഡിന് ശേഷം ഒരു കോമ ഇടുക. ദെൻ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യുക. ഒരു കോമയും കൂടി ഇട്ട് നിങ്ങളുടെ സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്ത് പോവുക. Okay, in today's hectic life, mobile phones are essential. Okay, Veena, this is a basic sentence. ഈ ഒരു സിമ്പിൾ സെൻറ്റൻസിനെ how can you convert it into an appositive sentence? എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? സോ നമുക്ക് വേണമെങ്കിൽ പറയാം മൊബൈൽ ഫോൺസ് കോമ in today's hectic which has a role in today's hectic life, comma, are essential. ആ ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് ആ ഫസ്റ്റ് ക്ലോസിനെ മിഡിലേക്ക് കൊണ്ടുവന്ന് ഒരു കോമ ഇട്ട് കഴിയുകയാണെങ്കിൽ ഇതൊരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ദിസ്: മൊബൈൽ ഫോൺസ് കോമ വിച്ച് ഹാസ് എ റോൾ ഇൻ ടുഡേസ് ഹെക്റ്റിക് ലൈഫ് കോമ ആർ എസെൻഷ്യൽ. അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫിൽ റോളുള്ള ഒരു മൊബൈൽ ഫോൺസും ഇന്ന് ഭയങ്കര എസെൻഷ്യൽ ആണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു വീണ. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയാണ് അതൊരു അപ്പോസിറ്റീവ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് എപ്പോഴും ഒരു നൗണിൽ നിന്ന്, എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരാളുടെ ആ ഒരു പേരിൽ നിന്ന് വേണം നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് എ കീ വേർഡ് ഫ്രം ദ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും ആ കീ വേർഡ് എന്താണെന്നുള്ളത്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് എ കോമ. ഒരു കോമ ഇട്ടതിന് ശേഷം ആ ഒരു കീ വേർഡിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ജസ്റ്റ് 1 or 2 വേർഡ്സിൽ ഒരു സ്മോൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ദെൻ ഒരു കോമയും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസ് എന്താണോ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അപ്പോസിറ്റീവ് സെൻറ്റൻസ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഏതൊരു സിമ്പിൾ സെൻറ്റൻസ് കിട്ടുകയാണെങ്കിലും, നമുക്ക് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ സാധിക്കുന്ന ഏതൊരു സിമ്പിൾ സെൻറ്റൻസ് കിട്ടുകയാണെങ്കിലും ഇൻ ദിസ് വേ യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻടു ആൻ അപ്പോസിറ്റീവ് സെൻറ്റൻസ്. നിങ്ങൾക്ക് ഒരു അപ്പോസിറ്റീവ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ വൈൽ യു ആർ റൈറ്റിംഗ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നമ്മളൊരു സിമ്പിൾ സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് എ മാക്സിമം സ്കോർ ഓഫ് 6 band. നമുക്കൊരു മാക്സിമം 6 bandലേക്ക് വരാൻ പറ്റുള്ളൂ. ബട്ട് നമ്മളൊരു നല്ലൊരു യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഓർ നമ്മൾ ഒരു ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 7 or above band ആണ് നമുക്ക് വേണ്ടത്. സോ ഇഫ് യു നീഡ് ടു റൈറ്റ് സ്കോർ എ ഹയർ ബാൻഡ്, നമുക്കൊരു ഹയർ സ്കോറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ ഈ ഒരു അപ്പോസിറ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സെൻറ്റൻസ് ടൈപ്പാണ്.
സോ നിങ്ങൾ ഇനി ഒരു സെൻറ്റൻസ് സിമ്പിൾ സ്ട്രക്ചറായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ സിമ്പിൾ സെൻറ്റൻസ്. ഒരു സിമ്പിൾ സെൻറ്റൻസ് എഴുതിയതിന് ശേഷം നിങ്ങൾ അതിനെ ഒരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആക്കാൻ ട്രൈ ചെയ്യുക. വിത്തിൻ 1 വീക്ക് യു ക്യാൻ ഈസിലി കൺവേർട്ട് ഇറ്റ് ഇൻറ്റു ആൻ അപ്പോസിറ്റീവ് സെൻറ്റൻസ്. ഫസ്റ്റൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാം, ബട്ട് യു ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം സെൻറ്റൻസ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാമോ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. സ്മോൾ എറേഴ്സ് അതൊരു പ്രോബ്ലം അല്ല. മൈന്യൂട്ട് എറേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് 7 ബാൻഡ്. നിങ്ങൾ ആ ഒരു ടൈപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 എന്നുള്ളൊരു ബാൻഡ് സ്കോറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ബട്ട് നമ്മളത് മിസ്റ്റേക്ക് വരും എന്ന് ചിന്തിച്ചുകൊണ്ട് ജസ്റ്റ് സിമ്പിൾ സെൻറ്റൻസുകളിൽ മാത്രം റൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 6 ബാൻഡാണ്. സോ യു ഹാവ് ടു ട്രൈ ടു റൈറ്റ് ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസസ്. നമുക്കൊരു കോമ്പൗണ്ട് ഓർ കോംപ്ലെക്സ് സെൻറ്റൻസസ് റൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് ബേസിക് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ യു ക്യാൻ കൺവേർട്ട് ദ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റു ആൻ അപ്പോസിറ്റീവ് സെൻറ്റൻസ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് ഒരു അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ട് റൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. Okay, I hope it's clear for you guys. If you have any doubt, you can ask through the chat box. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. സോ ഇതുപോലത്തെ സ്മോൾ ട്രിക്സ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഹയർ ബാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് എപ്പോഴും നല്ലൊരു ബാൻഡ് സ്കോർ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. നമ്മുടെ ബേസിക് റൈറ്റിങ്ങിലായിരിക്കില്ല പ്രശ്നം, നമുക്ക് ആ ഒരു സ്കോർ എങ്ങനെ നേടാം എന്നുള്ളൊരു സ്ട്രക്ചറിലേക്ക് നമ്മുടെ റൈറ്റിംഗ് നമ്മൾ കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യേണ്ടത്. സോ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഹയർ ബാൻഡ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമുക്ക് ഇതുപോലത്തെ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ സെൻറ്റൻസുകൾ കൺവേർട്ട് ചെയ്യേണ്ടത്. ബേസിക്കായിട്ട് നമുക്ക് വേസ്റ്റായിട്ട് ഗ്രാമറായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ബട്ട് നമുക്കിങ്ങനെ എങ്ങനെ ഒരു സെൻറ്റൻസിനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ള ബേസിക് ഐഡിയാസ് മാത്രം ഉണ്ടാക്കിയാൽ മതി. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് യു ക്യാൻ ഗീവ് മീ ത്രൂ ദാറ്റ് ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലൂടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ ക്ലാസ്സസ്, ഇഫ് യു നീഡ്സ് ക്ലാസ്സസ് ലൈക്ക് ദിസ് യു ക്യാൻ ജോയിൻ ദ അക്കാഡമി. നിങ്ങൾക്ക് അക്കാഡമിയിൽ ഡയറക്റ്റ് തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇതുപോലത്തെ സ്മോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ സെൻറ്റൻസ് സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഒരു അക്കാഡമിയുടെ അണ്ടറിൽ പഠിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. സോ യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് ദ അക്കാഡമി ഫോർ ദ അഡ്മിഷൻ. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഡയറക്റ്റായിട്ട് വെബ്സൈറ്റ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് it's clear for you. Okay, thank you everyone.